ഹലോ ഗൈസ്, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് പിക്സലൈറ്റ് വൈപ്പ് വെച്ചിട്ട് നമ്മളൊരു എഫക്റ്റാണ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ പ്രിവ്യൂവിൽ കണ്ട ആ ഒരു വീഡിയോയിലുള്ള സ്റ്റാർട്ടിങ്ങിലുള്ള ട്രാൻസിഷനും എൻഡിങ്ങിലുള്ള ട്രാൻസിഷനും നമ്മൾ ചെയ്യുന്നുണ്ട്. സോ നമുക്കെന്തായാലും ടൈം വേസ്റ്റ് ചെയ്യേണ്ട, നമുക്കെന്തായാലും വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ആദ്യം നിങ്ങൾ ഫ്യൂനിമേറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു ആപ്പ് ഓപ്പൺ ചെയ്യുക. സോ ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും അവിടെ പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. പുതിയ വേർഷനാണത്. ഓക്കെ, ആദ്യം പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എഡിറ്റ് വീഡിയോ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഏതെങ്കിലും ഒരു റാൻഡം ഫോട്ടോ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതൊന്ന് അടിയിലാക്കി കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മുകളിലായിട്ട് കാണുന്ന ബ്ലൂ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഗ്രൂപ്പ് സെലക്ട് ചെയ്യാം. ഇനി ഇതിലോട്ട് നമ്മൾ 2 ഫോട്ടോസ്, നിങ്ങൾക്ക് ആ ഒരു വൈപ്പ് എഫക്റ്റ് കൊണ്ടുവരേണ്ട ഫോട്ടോസ് ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്യാം. ഞാൻ ഈ ഒരു വൈപ്പ് എഫക്റ്റിൻ്റെ കൂടെ തന്നെ 2 ട്രാൻസിഷൻസും കൂടി കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി സിങ്ക് ആയിട്ട് നിങ്ങൾക്കത് മനസ്സിലാവും. 2 ഇമേജസാണ് ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നത്. ഓക്കെ, ഇമേജ് ക്ലിക്ക് ചെയ്യുക. ഒരു ഫോട്ടോസും കൂടിയോ അല്ലെങ്കിൽ വീഡിയോ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ ഇതൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം, അതായത് ഒന്ന് വലുതാക്കി കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ആ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക. അതിനുശേഷം കീ ഫ്രെയിമിൽ പോയിട്ട് ട്രാൻസ്ഫോം ക്ലിക്ക് ചെയ്യാം. സ്കെയിൽ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വലുതാക്കി കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൈ കൊണ്ട് തന്നെ ജസ്റ്റ് ഇങ്ങനെ കൊടുക്കാനായിട്ട് പറ്റും. രണ്ടാമത് എടുത്തിട്ട് നിങ്ങൾക്ക് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. സോ ഞാനത് കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് 3 സെക്കൻഡ്സ് മതി. ഓക്കെ, ഫൈൻ. ഇനി നമുക്ക് ഇതിലോട്ട് പിക്സലൈറ്റ് വൈപ്പ് എന്നാണ് ഇതിൻ്റെ പേര്. സോ നമുക്ക് രണ്ടാമത്തെ ഫോട്ടോ, അതായത് നമ്മുടെ അൽനസാറിൻ്റെ പിക്കിലോട്ട് നമുക്ക് കീ ഫ്രെയിം സെലക്ട് ചെയ്യുക. അതിനുശേഷം ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ പുതിയ ഫ്യൂനിമേറ്റിൽ വന്ന ഒരു ഓപ്ഷനാണ് പിക്സലൈറ്റ് വൈപ്പ്. ഇതാണത്. സോ ജസ്റ്റ് സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ പിക്സലൈറ്റ് വൈപ്പ് എന്ന് നമുക്കിവിടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണാനായിട്ട് പറ്റും. ജസ്റ്റ് അത് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ ആംഗിൾ നമ്മളെടുത്തിട്ട് 180 ആക്കി കൊടുക്കുക, 180 ഡിഗ്രി. ഓക്കെ, അതിനുശേഷം ഇതാണ് പ്രോസസ്സ്. കണ്ടോ, ഇങ്ങനെയാണ് പ്രോസസ്സ് ഉണ്ടാവുക. നമ്മൾ ആദ്യം പ്രോഗ്രസ്സിൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. അതിനുശേഷം രണ്ടാമത്തെ സെക്കൻഡിൽ വേറൊരു കീ ഫ്രെയിം ആഡ് ചെയ്യാം. ആ ഒരു രണ്ടാമത്തെ കീ ഫ്രെയിമാണ് നമ്മൾ 0. അതിൽ ഒന്നാമത്തെ കീ ഫ്രെയിം നമ്മൾ 100 ആക്കി കൊടുക്കാം. എന്നിട്ട് ആ ഒരു കീ ഫ്രെയിം എടുത്തിട്ട് അത് ഡ്രാഗ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവും. ഇനി നമുക്ക് ഈ ഒരു പിക്സലൈറ്റ് വൈപ്പ് തന്നെ ഇപ്പോൾ നിങ്ങൾ പ്രിവ്യൂവിൽ കണ്ട അത്തരം ചെറുതായിട്ട് ഇതിപ്പോൾ കുറച്ച് വലുതായിട്ടുള്ള സ്ക്വയേഴ്സാണ്, അത് നമുക്ക് ചെറുതാക്കാനായിട്ട് പറ്റും. അതിനായിട്ട് നമുക്കിവിടെ സൈസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് വലുതാക്കാനും പറ്റും, നല്ല ചെറുതാക്കാനും പറ്റും. കണ്ടോ, ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ ഒരു ഭംഗിയുണ്ട്. സോ ഈ ഒരു സാധനം, ഈ ഒരു വൈപ്പ് എഫക്റ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതൊക്കെ നിങ്ങളുടെ ഐഡിയ വെച്ചിട്ട് നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു പ്രോഗ്രസ്സിൽ തന്നെ വന്നിട്ട് ജസ്റ്റ് ഒരു ഗ്രാഫ് ആഡ് ചെയ്ത് കൊടുക്കാം. ടിക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു കാര്യം ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ടിക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ബാക്ക് വരിക. അതിനുശേഷം ടിക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ആ ഒരു ഗ്രൂപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഒരു ഗ്രൂപ്പിലോട്ട് നമുക്ക് ട്രാൻസിഷൻസ് ആഡ് ചെയ്യാം. ഫ്രണ്ടിലും ബാക്കിലും ട്രാൻസിഷൻസ് ആഡ് ചെയ്യാം. ഓക്കെ, സോ അതിനായിട്ട് നമുക്കിവിടെ കീ ഫ്രെയിം സെലക്ട് ചെയ്യാം. അതിനുശേഷം ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഒന്ന് അടിയിലോട്ട് പോയാൽ നിങ്ങൾക്ക് പുൾ എഡ്ജ് എന്ന് പറയുന്ന ഈ ഒരു എഫക്റ്റ് കാണാൻ പറ്റും. ജസ്റ്റ് അത് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ 2 കീ ഫ്രെയിംസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ കീ ഫ്രെയിം 0, ഒന്നാമത്തെ കീ ഫ്രെയിം നമ്മൾ ഫുള്ളാക്കി കൊടുക്കാം. ഓക്കെ, അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗ്രാഫ് ആഡ് ചെയ്ത് കൊടുക്കണം. സോ ഗ്രാഫ് സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു ഗ്രാഫ് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ആ ഒരു ഗ്രാഫ് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ടിക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ആയിട്ട് ഒന്നാമത്തെ സെക്കൻഡിലോട്ട് വന്നിട്ട് ട്രാൻസ്ഫോം ക്ലിക്ക് ചെയ്തിട്ട് ഇതിൽ നമുക്ക് സ്കെയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. സോ ഇവിടെ ആയിട്ട് സ്കെയിൽ ആഡ് ചെയ്യാം. അതിനുശേഷം ഇവിടെ ജസ്റ്റ് ഒന്ന് നമുക്ക് വലുതാക്കി കൊടുക്കാം. ഒരു 117 115 നിങ്ങൾക്ക് അത് നിങ്ങളുടെ ചോയ്സാണ്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇത് നമുക്ക് ഇതിൻ്റെ ഉള്ളിലായിട്ടൊരു കീ ഫ്രെയിം ആഡ് ചെയ്യണം. സോ ഈ ഒരു കീ ഫ്രെയിമാണ് ഞാൻ ഇവിടെയും ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ ഒരു സൂം വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും.
ഇനി നമുക്ക് ഇവിടെ ആയിട്ട് സ്കെയിലിൽ തന്നെ ഏറ്റവും അവസാനമായിട്ട് ഒരു കീ ഫ്രെയിം കൂടി ആഡ് ചെയ്യാം. അത് 0 ആക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിൽ ഒരു ഗ്രാഫ് ആഡ് ചെയ്യാം. ഓക്കെ, ഈ ഒരു ഗ്രാഫ് നിങ്ങൾ ആഡ് ചെയ്യാം. അതിനുശേഷം ടിക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ ഒരു ട്രാൻസ്ഫോമിൽ തന്നെ കുറച്ച് അടിയിലോട്ട് വന്നാൽ നിങ്ങൾക്ക് ഇവിടെ മോഷൻ ബ്ലർ കാണാൻ പറ്റും. അത് ഒരു 60 or 70 നിങ്ങളുടെ ചോയ്സാണ്. ഞാനിപ്പോൾ ഇവിടെ 100 ആക്കി കൊടുക്കുകയാണ്. അതിനുശേഷം മിറർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ, അത് മോഷൻ ടൈലാണ്. ജസ്റ്റ് അത് ഈ ഒരു ഓപ്ഷനിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് മോഷൻ ടൈലും കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ സെറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഞാൻ ജസ്റ്റ് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. സോ ഇത്രയുള്ള ഈ ഒരു വീഡിയോ ഞാനിപ്പോൾ പ്രിവ്യൂവിൽ കാണിച്ചു തന്ന എല്ലാ എഫക്റ്റ് ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിത് മെയിനായിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നത് ഈ ഒരു വൈപ്പ്, ഈ ഒരു പിക്സലേറ്റ് വൈപ്പ് എഫക്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഈ ഒരു പിക്സലേറ്റ് വൈപ്പ് വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതൊക്കെ നിങ്ങളുടെ ഓരോരോ മൈൻഡ് സെറ്റ് വെച്ചിട്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കാം. സോ നിങ്ങൾക്ക് ഇതിൽ ഈസി ആയിട്ട് തന്നെ ഈ ഒരു പുള്ളടിച്ച് വെച്ചിട്ടും അതുതന്നെ ഈ ഒരു സ്കെയിൽ വെച്ചിട്ടൊക്കെ ഈസി ആയിട്ട് ഇങ്ങനത്തെ ഒരു ട്രാൻസിഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കാണിച്ചു തന്നതാണ്. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നല്ലൊരു എഫക്റ്റാണ്. ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും അവിടെ പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. അതിനുശേഷം ഈ ഒരു എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം സേവ് ടു പ്രൈവറ്റ് പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു ഫ്രെയിം റേറ്റ് 60 FPS ഇട്ടിട്ട് 720p 1080 ഫുൾ HD ഇട്ടിട്ട് നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇത്രേ ഉള്ളൂ, സിമ്പിളാണ്. സോ മാക്സിമം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. So thanks for watching. We can see you next time. Bye bye.